കാര്യം. ആരിഫ് ഹുസൈൻ എന്തിനാണ് ഞാൻ പറയുമ്പോ കയറി ഇടപെടുന്നത്? നിങ്ങൾ മണ്ടത്തരം പറയുന്നത് മര്യാദ ഇല്ലാത്ത, ഇത്ര മര്യാദ കെട്ട, വിവരം കെട്ട ഒരു വർഗീയവാദിയെ മഞ്ജുഷേ പോയിന്റ് പറയണോ വേണ്ടത് ഞാൻ തീരുമാനിക്കാം. താനാദ്യം വായടക്കേ, താനാദ്യം വായടക്കേ. താൻ ആരുടെ കളിക്കുന്നത്? കുറച്ചുകൂടെ മര്യാദക്കൊക്കെ സംസാരിക്കേ. ഒരാളെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇയാള് പറയാനാണോ പോയിന്റ് പറയാൻ ഞാനിരിക്കുന്നത്? മഞ്ജുഷ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഞാൻ പറയും. താങ്കൾ മിണ്ടായിരിക്കട്ടെ ആദ്യമേ. എനിക്ക് സംസാരിക്കാൻ നടക്കില്ല പൊന്നു ജയരാജ, ഇത് പാർട്ടി ക്ലാസ് അല്ല. ഓക്കെ, നിങ്ങൾ പറയുന്ന മണ്ടത്തരം ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കും. പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് വരട്ടൊക്കെ മതി. ഓക്കെ, അതൊന്നും ഇവിടെ ഇറക്കണ്ട. ഓക്കെ, മേടിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാരം ഞാൻ പലയിടത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്റെ ഇഷ്ടം. എനിക്ക് പറയാനുള്ള കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾ പറയുന്നതിൽ തെറ്റാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ സമയത്ത് മന്ത്രി അവിടെ ഇതുപോലെ എന്താണ് കണ്ടത്തെ ബസ് എന്ന് പറയുന്ന രീതിയിലേക്ക് ചെയ്തു. അതാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ മന്ത്രി അവിടെ തിരസ്കരിച്ചു? എന്താ നിങ്ങൾ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ കുന്ത്രാണ്ടം അങ്ങ് കളഞ്ഞോ? എന്താ ഉണ്ടായത്? മഞ്ജുഷ ഇവന് ബ്യൂട്ടി ഡോക്ടർ ബി ജയരാജ് അല്ല മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നുള്ളതാണ്. അതുകൂടി ചേർത്ത് പറഞ്ഞോളൂ ജയരാജ്, മറുപടി പറഞ്ഞോളൂ. ആരിഫ് ജയരാജ് മറുപടി പറയട്ടെ, ജയരാജ് പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ഇതിനകത്ത് ഹൈബിയുടെനൊക്കെ ആളുകൾ ചെന്നിട്ട് അവരെ വിരട്ടി, ആ പാരന്റ്സിനെ വിരട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ആദ്യമേ ഒരു തീരുമാനം എടുത്തിയത്. പിന്നീട് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അവർ ബോധവാന്മാരായപ്പോഴാണ് അവർ ഡി ഡിയെ സമീപിച്ചത്, വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി എടുത്തുനിന്ന് ഡി ഡി എടുത്തുനിന്ന് അനുകൂലമായ നിലപാടുണ്ടായപ്പോഴാണ് അവർ സ്ട്രോങ് ആയിട്ട് നിന്നത്. ഈ പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനോടാണ് ഇങ്ങനെ ചെയ്തത്. അതിനെ വേർതിരിച്ച് നിർത്തുക, അതിനെ ചീത്ത വിളിക്കുക, അതിനെ ഒറ്റപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ, ഈ ഒരു സ്വകാര്യ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ ഫീസ് കൊടുക്കാത്തതിന്റെ പേരിൽ ഇറക്കി വിട്ടു, ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. കേരളത്തിലാണ് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അതിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച്, അതിനൊരു ശിരവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അതിന് സോഷ്യൽ ഓസ്ട്രൈസിസം എന്ന് പറയും. ഊരുവിലൊക്കെ കൊടുക്കുന്ന കണക്കല്ലേ കൊടുത്തിരിക്കുന്നത്. ഇത് മര്യാദകേടല്ലേ? ഒരു വിഭാഗത്തിന്റെ സംരക്ഷിക്കുകയും മറ്റൊരു വിഭാഗത്തിന്റെ മതം സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എവിടുത്തെ ന്യായമാണ്? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഈ നാട്ടിൽ ആളുകൾ ഇറങ്ങി വരിക. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഗവൺമെന്റ് എടുത്തത്. ആ കുട്ടിക്ക് ഏത് സ്കൂളിലാണ് പഠിക്കാൻ ആഗ്രഹം, അതിനുള്ള മുഴുവൻ സൗകര്യങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തു കൊടുക്കും എന്ന് സർക്കാർ സ്കൂളിലേക്ക് അതിന് സ്വാഗതമാണ്. ഇനിയല്ല വേറെ ഏതെങ്കിലും സ്കൂളുകളിൽ ആ കുട്ടിയെ അംഗീകരിക്കാമെങ്കിൽ ആ സ്കൂളിൽ പോയി പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് കൂടെ എനിക്ക് പറയാനുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ എല്ലാ സ്കൂളുകളിലും, എല്ലാ സർക്കാർ സ്കൂളുകളിലും അത് അടിച്ചേൽപ്പിക്കാതിരുന്നത്? ഇത് തന്നെയായിരുന്നു വിഷയം. എല്ലാ സ്കൂളിലും ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പാൻസ് ഇടുന്നത് ഇഷ്ടമല്ല, പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് പാൻസ് ഇടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ഒരു മര്യാദ, ജനാധിപത്യ മര്യാദ അനുസരിച്ച് PTI തീരുമാനിച്ചാൽ മതി എന്ന് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ കാര്യത്തിൽ സർക്കാർ എടുത്ത തീരുമാനമാണ്. എന്നിട്ട് വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമാണ് അത് നടപ്പിലാക്കിയത്. ബാക്കി വീണ്ടും പഴയതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് കൺസർവേറ്റീവ്സ് ഉണ്ട്, ഒന്ന് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ സമൂഹം എന്ന് പറയുന്നത് കൺസർവേറ്റീവ്സിനെയും പ്രോഗ്രസീവിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഇവരെ എല്ലാം ഒരുമിച്ച് കേറ്റർ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടുന്നത്. എടുക്കുവാനേ കഴിയുകയുള്ളൂ. എല്ലാവരെയും ഉൾക്കൊണ്ട് പോകണം, വേർതിരിവ് പാടില്ല. ആ ഒരു നിലപാടിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആ നിലപാടല്ലേ എടുത്തത്? വിദ്യാഭ്യാസ മന്ത്രി ആ നിലപാടാണോ എടുത്തത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അകാരണമായി, അനാവശ്യമായി, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ ദിവസങ്ങളിൽ ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കടന്നു പോകുന്ന മാനസിക സംഘർഷം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു കുട്ടിയുടെ പിതാവ് ഈ നേരത്തെ പറഞ്ഞ സനൂപ് പറഞ്ഞ ആ ഭീകര പാർട്ടിയുമായി അവിടെ വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു കാര്യവുമില്ലാതെ കാരണം നിലവിൽ അവരുടെ സ്കൂൾ ഡയറിയിൽ നേരത്തെ തന്നെ 30 to 33 കുട്ടികളുടെ വസ്ത്രത്തെക്കുറിച്ച് കൃത്യം പറഞ്ഞിരിക്കുക. അവിടെ പെൺകുട്ടികൾ മുടി രണ്ടായി പിന്നിട്ട് പോണിറ്റെയിലായിട്ട് കെട്ടിവയ്ക്കണം. ഇങ്ങനെ കൃത്യം കാര്യങ്ങള് അവരുടെ സ്കൂൾ ഡയറിയിലുണ്ട്. ഇതൊക്കെ അംഗീകരിച്ചും ഇതൊക്കെ ചെയ്യാമെന്ന് ഏറ്റു പറഞ്ഞോട്ടൊക്കെയാണ് ഇവർ കയറി വരുന്നേ.
ഇനി അവിടെ ഓൾറെഡി 51ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട 51ഓളം പെൺകുട്ടികൾ പഠിക്കുന്നില്ലേ? അവർക്കാർക്കും ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നം ഈ ഒക്ടോബർ 7-ാം തീയതി ഈ പറഞ്ഞ ഭീകരവാദികളുടെ അകമ്പടിയോടെ അപ്പൻ കയറി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ എന്താ, വെയിലത്ത് നിർത്തിയെന്ന്. ഇവര് ബഹളം കാണിച്ച് വെയിലത്ത് നിർത്തുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അവര് വന്ന് ആക്രോശിച്ച് ബഹളം കാണിക്കുന്ന വീഡിയോ. അത് മാത്രമല്ല, പോലീസിന്റെ കയ്യിൽ ഇവരെ ഇരച്ചു കയറി വന്ന ഈ ഭീകരവാദികൾ ഇരച്ചു കയറി വന്നതിന്റെ ഫുട്ടേജ് അല്ല, അവരാണ് വീഡിയോ എടുത്തത്. ആ വീഡിയോയും പോലീസിന്റെ കയ്യിലുണ്ട്. അത്രയ്ക്ക് ഭീകരമായ ഒരു അവസ്ഥ അവിടെ സൃഷ്ടിച്ച് 2 ദിവസത്തേക്ക് അത് പൂട്ടിയിടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. ഇങ്ങനെ അതുപോലെ DEOയുടെ ഓഫീസിൽ നിന്ന് അത് കട്ട് ചെയ്യും, ഇത് കട്ട് ചെയ്യും. എന്ത് കാര്യം? നിലവിൽ 2018 സമാനമായ ഒരു സാഹചര്യത്തിൽ വ്യക്തിയുടെ അവകാശങ്ങൾക്ക് മീതെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അവകാശങ്ങളെന്ന് കൃത്യമായ വിധി ഇവിടെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ കേന്ദ്രമാക്കി വെച്ചുകൊണ്ടൊരു നിലപാടെടുക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞില്ല? കേരള സർക്കാർ മത തീവ്രവാദികളോട് ചേർന്ന കാഴ്ചയാണിപ്പോൾ കണ്ടത്. എന്നിട്ട് ആ പാവം സിസ്റ്റേഴ്സിനെ അവരെന്തു തെറ്റ് ചെയ്തു? 30 വർഷമായി നിലവിലുള്ള ആ യൂണിഫോം ഇങ്ങനെ വേണമെന്ന് അവര് ഇപ്പോൾ നിഷ്കർഷിക്കുന്നു. അതിൽ എന്തു തെറ്റാണുള്ളത്? അവർക്കതിനുള്ള അവകാശമില്ലേ? ഇദ്ദേഹമൊക്കെ ഇവിടെ നിന്ന് പറയുന്നത് കേട്ടാൽ എന്തുമാത്രം പക്ഷപാതപരമായിട്ടാണ് ഈ പെരുമാറുന്നത്, സംസാരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ചിന്തിക്കൂ. ഒരു രാഷ്ട്രം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള തീവ്രവാദികൾക്ക് സ്വയം അടിയറവ് വെച്ചാലേ രാഷ്ട്രം മുന്നോട്ട് പോകൂ എന്നാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞത്. ഫാദർ, ഇക്കാര്യത്തിൽ ഭീകരവാദ ബന്ധം ഇക്കാര്യത്തിലുണ്ട്. അതാണല്ലോ താങ്കൾ ആവർത്തിച്ച് ഭീകരവാദി എന്ന് പറയുന്നത്. അത്തരം ബന്ധം ക്രൈസ്തവ സ്ഥാപനങ്ങൾ സംശയിക്കുന്നു എന്നുള്ളതാണല്ലോ. അതായത് അതാണ് ഇവരൊക്കെ പറയുന്നത് ഇസ്ലാമോഫോബിയാണെന്ന്. ഈ ഭീകരവാദികൾ ഇപ്പോ സനൂപ് പറഞ്ഞതോടെ എനിക്ക് കാര്യം ക്ലിയറായി. ഞാനിത് ഈ അന്ന് കിടന്ന കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് സനൂപ് കൃത്യമായിട്ട് പറഞ്ഞു, ആ പിതാവ് ഈ ഭീകരവാദികളായ ലോക്കൽ STPIയെ സമീപിച്ചു. പക്ഷെ ഓർക്കണം മഞ്ജുഷേ, ഈ പിതാവിന്റെ കൂടെ ആദ്യം വന്നത് 10-ാം തീയതി ആദ്യം വന്നത് ലോക്കൽ STPI ആയിരുന്നില്ല. അവിടെ പറഞ്ഞതാരാ? അവിടെ പറഞ്ഞത് തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള എന്റെ സമയമാണ് തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള STPI നേതാവെന്നാണ് സ്വയം അയാൾ വെളിപ്പെടുത്തിയത്. അപ്പൊ അയാൾ എങ്ങനെ ലോക്കലാവും? അപ്പൊ അതിന്റെ അർത്ഥം ഇവരിപ്പൊ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. ഇനി അഷ്റഫ് മൗലവി തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, പത്രത്തിൽ വായിച്ചു. STPIക്കാര് അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ നോക്കൂ, തൃപ്പൂണിത്തുറ STPIയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ അവിടെ കയറി വന്നു. പള്ളുരുത്തി നിന്നുള്ളവരൊക്കെ കയറി വന്നു. ഭീകരവാദികളല്ലേ? നോക്കൂ, ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ ആരാ? ഭയം ഉളവാക്കുന്നവർ, ഭീതി ഉണ്ടാക്കുന്നവരാണ് ഭീകരവാദികൾ. വർഗീയവാദികൾ ആരാണ്? ഒരു വർഗത്തിനു വേണ്ടി മറ്റുള്ള വർഗത്തിന്റെ എല്ലാ അവകാശങ്ങളും പിടിച്ചെടുക്കുന്നതിന് വാദിക്കുന്ന